പാപത്തിന്റെ ബന്ധനം പൊട്ടിത്തകരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ സ്വതന്ത്രനായി, യേശുവിൽ ഞാൻ ജനിക്കട്ടെ പുതുജീവനിൽ. എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വീണ്ടും ഒരുമിച്ച് കൂടുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകിയതിനെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വെറും ഒരു മതവിശ്വാസമോ ഒരു ആരാധനയോ മാത്രമല്ല. ഒരു മതവിശ്വാസം കൊണ്ടോ ഒരു ആരാധന കൊണ്ടോ ഒരു വിശ്വാസി എന്ന് പറയാൻ കഴിയില്ല. ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരു വേർപാട് എടുക്കുന്ന വ്യക്തിയായി നമ്മൾ ഓരോരുത്തരും മാറണം. വേർപാട് ഇല്ലാത്തവന് ക്രിസ്തീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. യഥാർത്ഥമായ സത്യത്തിലും ആത്മാവിലും അവന് ദൈവത്തെ ആരാധിക്കുവാനോ ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുവാനോ സാധിക്കുകയില്ലെന്ന് വിശുദ്ധ വചനം വളരെ വ്യക്തമായി പറയുകയാണ്. ക്രിസ്തീയ ജീവിതത്തിൽ അവൻ 5 കൂട്ടം കാര്യങ്ങൾ ക്രമീകരിച്ചാൽ, വിശിഷ്യ ഇപ്പോൾ നൊയമ്പ് കാലമാണ്, എല്ലാവരും ഉപവാസത്തിലും പ്രാർത്ഥനയിലിരിക്കുന്ന കാലം. ഉപവാസവും പ്രാർത്ഥനയും ഉണ്ടായാലും ഞാൻ പറയുന്നു, 5 കൂട്ടം കാര്യങ്ങളിൽ നിന്ന് മാറി നിന്നില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകത്തില്ല. ഒരു വേർപാടില്ല എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയാൻ കഴിയത്തില്ല. നീ ലോകത്തിൻ്റെ മകളായി ജീവിക്കാൻ ഇടയായിത്തീരും. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസം അനുഭവിക്കുന്നവർ, ക്രിസ്തീയ വിശ്വാസികൾ എടുക്കേണ്ട 5 വേർപാടുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഒന്നാമത്തെ വേർപാടെന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ വേർപെട്ട് നിൽക്കേണ്ടത്, അവൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടത് അവൻ്റെ കേന്ദ്രബിന്ദുവായ ക്രിസ്തുവിലായിരിക്കണം. ഒന്നാമത്തെ വേർപാടെന്ന് പറയുന്നത്, പാപകരമായ ജീവിതത്തിൽ നിന്ന് നിനക്കൊരു വേർപാടുണ്ടാകണം. എന്ന് വെച്ചാൽ സെക്സിനോട് അഡിക്റ്റായ വ്യക്തികളുണ്ട്, അതിൽ നിന്ന് വേർപാട് വേണം. ഒന്ന്, ആത്മീയതയിൽ നിന്ന് അവനെ നശിപ്പിക്കാൻ കഴിയുന്നത് 2 കൂട്ടം കാര്യങ്ങളാണ്. ജഡത്തിലും പണത്തിലുമേ ഒരുവന് വീഴ്ത്താൻ കഴിയത്തുള്ളൂ. ഏറ്റവും വലിയ ഉദാഹരണമാണ് ദാവീദ്. ദൈവത്തിന് പ്രിയപ്പെട്ടവനായൊക്കെ വന്നു, പക്ഷേ ആ ദാവീദ് 150 സങ്കീർത്തനങ്ങളൊക്കെ എഴുതി. എന്നാൽ ഊരിയാവിൻ്റെ ഭാര്യയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവന് പാപം തോന്നി, അവളെ കൊണ്ടുവന്ന് അവളുമായി പാപം ചെയ്തു. പക്ഷേ എന്നിട്ട് അവിടെ ഭർത്താവിനെ കൊന്നുകളയാൻ ഇടയെ തീർന്നു. അതിനുശേഷമാണ് അദ്ദേഹം അനുദപിക്കുന്നുണ്ട്. 51 സങ്കീർത്തനമൊക്കെ അനുതാപത്തിൻ്റെ സങ്കീർത്തനമാണ്. അനുദപിക്കുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ മകനായിക്ക് മാറി. പക്ഷേ പാപത്തിൽ വീഴുവാൻ ഇടയെ തീർന്നു. സെക്സിൽ, ലൈംഗിക പാപങ്ങൾ വീണുപോകാൻ ഇടയെ തീർന്നു. അതുപോലെ തന്നെ നമ്മൾ നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ മകനായ സോളമൻ രാജാവ് അനേക സ്ത്രീകളുമായി പാപത്തിൽ ഏർപ്പെട്ടുപോയി. അതുപോലെ സാംസൺ, ന്യായാധിപന്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ സാംസൺ ത്തിൽ വീണുപോയി. അതുപോലെ ലോത്ത് വീണുപോയി. പാപം ചെയ്യാനായിട്ട് പോത്തിഫറിന്റെ ഭാര്യ പ്രേരിപ്പിക്കുമ്പോൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നൊരു ജോസഫിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒന്നാമത്തെ പാപം എന്ന് പറയുന്നത് ജഡികമായ പാപം അതിലേക്ക് വീഴ്ത്തി കളയും. അതിൽ നിന്ന് നമ്മൾ ഓടി അകലിടുമെന്ന് കർത്താവ് പറയുക. ഒന്നാമത് പറഞ്ഞു ജഡികമായ പാപമാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ പ്രധാന പാപം, ആത്മീയ മക്കളെ വീഴ്ത്തി കളയുന്ന പാപം പണമാണ്, ദ്രവ്യാഗ്രഹം. എനിക്കറിയാം അനേക സുവിശേഷകരെ, അനേക ദൈവഭക്തന്മാരെ, നല്ല ശ്രേഷ്ഠരായ വലിയ വലിയ പ്രവാചകന്മാരെ പോലും വീഴ്ത്തിയത് പണമാണ്. പണത്തോടുള്ള അമിതമായ ആഗ്രഹം മൂലം അനേകം മക്കൾ നശിച്ചു പോകാൻ ഇടയായിട്ടുണ്ട്. ഗേഗസയും ഒരു സൈഡിൽ പ്രവാചകൻ ശുശ്രൂഷ ചെയ്തു, മറു സൈഡിൽ ചെന്ന് അവൻ പണം വാങ്ങിച്ചു, സമ്മാനം വാങ്ങി. പക്ഷേ ആ സമ്മാനം അവന് കെണിയായി മാറി. അവൻ്റെ നാമാൻ്റെ കുഷ്ഠം അവനിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ, യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 വർഷക്കാലം സഞ്ചരിച്ച മനുഷ്യൻ, അദ്ദേഹം സന്ദർഭം വന്നപ്പോൾ യേശുവിനെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തു. ഇതെല്ലാം ദ്രവ്യത്തിൻ്റെ മേഖലയിലൂടെ കടന്നുപോയത്. അപ്പോൾ ഞാൻ പറഞ്ഞു 2 പ്രധാനപ്പെട്ട പാപങ്ങളാണ്. ഒന്ന് ജഡികമായ പാപം, 2 ധനത്തിലൂടെ പാപം. ഈ 2 കാര്യങ്ങൾ നീ വേർപാട് എടുത്തു കഴിഞ്ഞാൽ മറ്റ് പാപങ്ങളെല്ലാം പാപങ്ങളല്ലെന്നല്ല ഞാൻ പറയുന്നത്. ഇത് ദൈവമക്കളെ, ദൈവഭക്തന്മാരെ വീഴ്ത്തിയിട്ടുള്ള, പ്രവാചകന്മാരെ വീഴ്ത്തിയിട്ടുള്ള, അപ്പോസ്തലന്മാരെ വീഴ്ത്തിയിട്ടുള്ള പാപങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന് ഈ ലോകത്തിൽ തന്നെ അനേക ദൈവഭക്തന്മാരെ, ദൈവദാസന്മാരെ, വലിയ വലിയ പ്രവാചകന്മാരെ വീഴ്ത്തി കളഞ്ഞത് ഈ ജഡിക പാപവും ധനത്തോടുള്ള ആസക്തിയും മൂലമാണ് പല ദൈവദാസന്മാരും വീണുപോയത്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 21-ാം അധ്യായം അതിൻ്റെ 2-ാം തിരുവചനം പറയുക, സർപ്പത്തിൽ നിന്ന പോലെ നീ പാപത്തിൽ നിന്ന് ഓടി അകലുക, അടുത്ത് എന്നാൽ അത് കടിക്കും. നമ്മളെ പാമ്പിനെ നമ്മൾ നോക്കുക,
ഈ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ, പാമ്പെന്ന് പറഞ്ഞാൽ ഒരു കൂടുതലും ആൾക്കാർ അടുത്ത് ചെല്ലത്തില്ല, അതിന്ന് ഓടി അകന്ന് മാറി നിൽക്കാം. ഒരു പാമ്പിൻ്റെ നേരെ ചെന്ന് നമുക്ക് അടിച്ചു കൊല്ലാൻ പറ്റത്തില്ല. അതിനെ നമ്മൾ തന്ത്രപൂർവ്വം വശത്തിലടിച്ചില്ലെങ്കിൽ അത് നമ്മളെ തകർത്ത് കളയും. ഇതുപോലെ തന്നെയാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്, പാമ്പിൽ എന്ന പോലെ നീ പാപത്തിൽ നിന്ന് ഓടി അകലണം. ഉൽപ്പത്തി പുസ്തകം പറയുക, പാപം നിന്റെ പടിവാതി കിടപ്പുണ്ട്, അത് നിന്നിൽ ശ്രദ്ധ വെച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ ഒരു ആത്മീയ മകനെ, ഒരു ആത്മീയ മനുഷ്യനെ, ക്രിസ്തുവിനെ വിളിക്കുന്നവരെ, ദൈവഭാഗത്തിരിക്കുന്നവരെ വഴിതെറ്റിക്കാൻ പിശാച് നിന്റെ പക്ഷത്ത് നിന്നോട് ചേർന്നിരിപ്പുണ്ട്. അത് ഏത് നിമിഷവും നിന്നിലേക്ക് പ്രവേശിക്കാം. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സാത്താൻ അലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. സാത്താൻ ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് ചുറ്റി സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പാപത്തിൽ നിന്ന് നീ ഓടി അകലണം. അതിൻ്റെ പല്ലുകൾ സിംഹത്തിൻ്റെ പല്ല് പോലെയാണ്, അത് ജീവൻ അപഹരിക്കും. നമ്മൾ നോക്കുക, ഒരു സിംഹത്തിൻ്റെ വായിൽ ഒരു ഇരയെ കെട്ടിയാൽ അത് നമ്മൾ നശിപ്പിച്ച് കളയും, നമ്മൾ പിന്നെ അതിനകത്ത് മിച്ചമില്ല. അതുപോലെ തന്നെയാണ് പാപത്തിൽ നീ പെട്ടുപോയാൽ നിനക്ക് അതിൽ നിന്ന് കയറി വരാൻ ഭയങ്കര പ്രയാസമായിരിക്കും. അതുപോലെ സിംഹത്തിൻ്റെ വായിൽ ഇര പോലെ നീ വീണു പോകും. പാമ്പിനെ പോലെ തന്ത്രശാലിയായി നിന്നെ സാത്താൻ വീഴ്ത്തി കളയാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നീ അതിൽ നിന്നെല്ലാം ഓടി മാറണമെന്നാണ് കർത്താവ് പറയുന്നത്. എഫേസ്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 22-ാം തിരുവചനം പറയുകയാണ്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിഞ്ഞു കളയണം. അപ്പോൾ നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നതിന് മുമ്പ് നമ്മൾ ഈ ലോകത്ത് അനുരൂപരായി ജീവിച്ചവരായിരിക്കാം. പക്ഷേ നീ ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ, നീ ഉപവാസം എടുത്ത് ഈ നോയമ്പ് കാലത്തിരിക്കുമ്പോൾ, നീ ഉപവാസം എടുക്കുന്നത് കൊണ്ടല്ല, നിനക്ക് ഈ വേർപാട്, ഞാൻ 5 കൂട്ടം വേർപാടുകളെ കുറിച്ച് പറയുന്നു. അതിൻ്റെ 1-ാമത്തെ വേർപാട്, പാപത്തിൽ നിന്ന് നീ ഓടി അകലണം. അതാണ് 1-ാമത്തെ വേർപാട്. 2-ാമത്തെ വേർപാടുണ്ട്, അവിശ്വാസികളിൽ നിന്ന് നീ മാറി നിൽക്കണം. അവിശ്വാസികളുമായി, ദൈവമില്ലെന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, നിരീശ്വരവാദികൾ എന്ന് പറയുന്ന വിഭാഗം. അവിശ്വാസികളിൽ നിന്ന് നിനക്കൊരു വേർപാടുണ്ടാകണം. അവിശ്വാസികളുമായി നിനക്ക് കൂട്ടുകൂടാൻ പാടില്ല. ദൈവഭക്തനായ മനുഷ്യൻ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ, ദൈവത്തിനോട് ചേർന്നിരിക്കുന്നവൻ അവിശ്വാസികളുമായി കൂട്ടുകൂടാൻ പാടില്ല. അവൻ വേർപാട് അവനുണ്ടായിരിക്കണം. നിരീശ്വരവാദികൾ, ദൈവമില്ല എന്ന് പറയുന്നവർ, ദൈവമില്ല എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അവർ പറയുന്നത് ഇതെല്ലാം പ്രപഞ്ചമാണ്, പ്രപഞ്ചത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്, പ്രപഞ്ച സൃഷ്ടിയാണ് ഇതെല്ലാം. ഞാൻ ചോദിച്ചത്, നീ വലിച്ചുവിടുന്ന ശ്വാസം എൻ്റെ ദൈവം തന്നില്ലെങ്കിൽ നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നീ വലിച്ചുവിടുന്ന ശ്വാസം എവിടെ നിന്ന് വരും നീ അറിയുന്നുണ്ടോ? ഈ കാറ്റ് എവിടെ നിന്ന് വരും നീ അറിയുന്നുണ്ടോ? അത് എവിടെ അവസാനിക്കും നീ അറിയുന്നുണ്ടോ? ഇത് നിനക്കറിയത്തില്ല. പക്ഷെ നീ പറയുന്നത് ഇതെല്ലാം പ്രകൃതിയാണ്. നിന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ നീ ആഴത്തിൽ അറിയണം. അവിശ്വാസികൾ, അവനുമായിട്ടൊന്നും നമുക്ക് തോളെ കയറ്റി നടക്കാൻ അവകാശമില്ല. നമ്മൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ നമുക്കൊരു വേർപാടുണ്ടാകണം. എന്ന് വെച്ചാൽ നീ മറ്റുള്ളവരായിട്ട് സഹകരിക്കരുതെന്നല്ല അർത്ഥം. നിന്റെ അയൽക്കാരുമായിട്ടും നിന്റെ ഉറ്റവരുമായിട്ട് ബന്ധം ഉണ്ടാകരുതെന്നല്ല പറയുന്നത്. അവരെല്ലാം നീ സ്നേഹിക്കണം. പക്ഷേ നിനക്ക് ഒരു വേർപാട് ഉണ്ടാകണം. മറ്റുള്ള ആചാരങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കണം. അവിശ്വാസികളുമായിട്ടുള്ള ബന്ധം നീ ഉപേക്ഷിക്കണം. അന്ധവിശ്വാസങ്ങളിൽ നിങ്ങൾ കടന്നു പോകരുത്. യേശുക്രിസ്തുവിൽ മാത്രം നീ അടിയുറച്ച് വിശ്വസിക്കണം. നമുക്കറിയാം, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനായ തോമസ്, അവിശ്വാസിയായ തോമസ്, ദൈവം പ്രത്യക്ഷപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആള്, യേശുവിനെ കണ്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ തോമസ് അവസാനം വിശ്വസിക്കാൻ ഇടയായി തീർന്നു. സഹോദരങ്ങളെ, അനേക നിരീശ്വരവാദികളുണ്ട്, ദൈവമില്ലെന്ന് പറയുന്നവർ. ഞാൻ ഇതിനു മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിളും ക്രിസ്ത്യാനികളും 100 വർഷം കൊണ്ട് ഇല്ലാതാകി പോകുമെന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ന് അദ്ദേഹത്തിൻ്റെ വീട് പോലും ബൈബിളിൻ്റെ ഗോഡവനാക്കി എൻ്റെ ദൈവം മാറ്റിയിട്ടുണ്ട്. വിശ്വാസികളായിട്ടുണ്ട്. നമ്മൾ യൂട്യൂബ് നോക്കിയാൽ മതി, അനേക നിരീശ്വരവാദികൾ ഇന്ന് ക്രിസ്തുവിനായിട്ടുണ്ട്. അനേകം നിരീശ്വരവാദികൾ ഇന്ന് ക്രിസ്തുവിനെ വിളിക്കുന്നുണ്ട്. അതുപോലെ ദൈവമില്ലെന്ന് പറയുന്നതിനുമായിട്ട് നിനക്ക് ചങ്ങാത്തം പാടില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. 2 കൊരിന്ത്യസിന്റെ ലേഖനം 6-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ ഇപ്രകാരം പറയുകയാണ്, അവിശ്വാസികളുമായി എന്ത് കൂട്ടാണുള്ളത്? നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശവും അന്ധകാരവും തമ്മിൽ എന്ത് പൊരുത്തമാണുള്ളത്? ഹല്ലേലൂയ. നമ്മൾ നോക്കാം, ഇരുളിന് പ്രകാശത്തിന് മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, പാപിക്ക് നീതിമാന്മാരുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല, വിശ്വാസികളുടെ മുമ്പിൽ അവിശ്വാസികൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയും, ഇവരുമായിട്ടൊന്നും നീ കൂട്ട് ചേരുതെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അവരിൽ നിന്ന് നീ മാറി നിൽക്കാൻ കർത്താവ്.
അപ്പോൾ നമ്മൾ അവിശ്വാസികളിൽ നിന്ന് മാറി നിൽക്കണം. നിനക്ക് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാകേണ്ടത്, നീ ആത്മീയ മക്കളാണോ, നിനക്ക് ആത്മീയ മക്കളുമായിട്ട് നീ ചങ്ങാത്തം കൂടണം, ആത്മീയ മക്കളുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കണം. നിനക്ക് വേണ്ടിയിട്ട് വചനം പറയുന്ന, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതനാകട്ടെ, ബ്രദേഴ്സ് ആകട്ടെ, പാസ്റ്റേഴ്സ് ആകട്ടെ, നീ അവരുമായിട്ട് നിനക്കൊരു ബന്ധം സ്ഥാപിക്കണം. നീ അതേസമയം നീ വേർപെട്ടോ, നിനക്ക് മദ്യപാനമോ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചിന്തകളോ എന്തെങ്കിലും ഉണ്ടായിരുന്ന വ്യക്തിയായിരിക്കാം. പക്ഷെ നീ അതിൽ നിന്ന് മാറിയാൽ പിന്നെ അതിലേക്ക് നീ നോക്കിയിരിക്കരുത്. ആ തിന്മയിലേക്ക് നീ അവിശ്വാസത്തിലേക്കും തിന്മയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആ കൂട്ടുകെട്ട് മാറ്റിയിട്ട് നീ ദൈവമക്കളുമായിട്ട് കൂട്ടുചേരാൻ കർത്താവ് പറയുക. മൂന്നാമത്തെ ഒരു കൂട്ടമാണ് ക്രമം കെട്ട സഹോദരങ്ങളിൽ നിന്ന് നിനക്ക് വേർപാടുണ്ടാകണം. എന്ന് വെച്ചാൽ ക്രമമില്ല, ജീവിതത്തിൽ ക്രമമൊന്നുമില്ല. ജീവിതത്തിൽ ഒരു ജോലിക്ക് പോവുകയോ അവൻ കുടുംബത്തെ നോക്കുകയോ ഉത്തരവാദിത്തമില്ലാത്തതുപോലെ നടക്കുന്ന വ്യക്തികളുമായിട്ട് നിനക്ക് ചങ്ങാത്തം പാടില്ല. അലസനുമായിട്ട് നീ നടന്നാൽ നിനക്ക് എന്താകണം? നിന്റെ ജീവിതത്തിൽ അലസത ഉണ്ടാകും. അതേസമയം നല്ല ഉഷാറായിട്ട് ഉണർവോടെ എന്ത് ജോലിയും ചെയ്യാനുള്ള മനസ്സോടുകൂടി നീ ഒന്ന് ഇറങ്ങി നോക്കുക, നിന്റെ ജീവിതം സന്തോഷദായകമായി മാറും. അതേസമയം നിന്റെ കുടുംബത്തിൽ നിനക്ക് ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, നിന്റെ മാതാപിതാക്കളുണ്ട്. ഇവരൊക്കെ ഇരിക്കെ നീ ജോലിക്ക് പോകാതെ നീ അലസനായിരുന്നാൽ, ക്രമകെട്ട ജീവിതം നയിക്കുന്നവനായിരുന്നാൽ, മദ്യപാനത്തിൽ മാത്രം ഇരുന്നാൽ, വെറുക്കോത്തിൽ മാത്രം ഇരുന്നാൽ, ചീട്ടുകളിൽ മാത്രം ഇരുന്നാൽ, നിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിനക്ക് ആഹാരമില്ല, വിളമ്പി തന്നില്ലെങ്കിൽ അവരെങ്ങനെ കൊണ്ടുവരുന്നത് ചിന്തിക്കത്തില്ല. ഏത് വിധത്തിലും നിനക്ക് കൊണ്ട് തന്നില്ലെങ്കിൽ നീ അടിയും ബഹളവും വഴക്കുണ്ടാക്കും. അങ്ങനെയുള്ളവരുമായിട്ട് ദൈവവിശ്വാസി ഉള്ളവരെ നീ തിരിച്ചു കൊണ്ടുവരാൻ നോക്കണം. അല്ലാതെ അങ്ങനെയുള്ളവരായിട്ട് നിനക്ക് ചങ്ങാത്തം പാടില്ല എന്നാണ് കർത്താവ് പറയുന്നത്. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 6 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ അലസതയിലും പാരമ്പര്യത്തിന് ഇണങ്ങാത്ത, ഞങ്ങൾ പഠിപ്പിച്ച പാരമ്പര്യം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ഈ ലോകം പറയുന്ന പാരമ്പര്യമല്ല, ക്രിസ്തുവിൻ്റെ പാരമ്പര്യം. ക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും പ്രബോധകരുമാകുന്ന പുരുഷന്മാർ എഴുതിയ പ്രബോധനത്തിൽ നിന്ന് വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് നീ പോകരുത്. ആ പാരമ്പര്യം അനുസരിച്ച് നീ പോകണം. അല്ല ലോകത്തിൻ്റെ പാരമ്പര്യം അനുസരിച്ചല്ല. അതിനുമായിട്ട് നിനക്ക് ചങ്ങാത്തം വേണ്ട എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ജോലി ചെയ്യാതെ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം മാറി ചിലരെ കണ്ടുണ്ടോ? അവരൊക്കെ ജോലി ചെയ്യത്തില്ല, അവർക്ക് ചില ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല. എനിക്ക് അനേകം മക്കളെ അറിയാം, എനിക്കറിയാം. ജീവിതത്തിൽ മക്കളുടെ വിവാഹം വന്നാൽ അത് ഏറ്റെടുക്കത്തില്ല, കടഭാരം വന്ന ഭാര്യ നോക്കണം, വീട്ടിലൊരു പ്രശ്നം വന്ന ഭാര്യ നോക്കണം. ഉത്തരവാദിത്തം ഏറ്റെടുക്കാത്ത പുരുഷന്മാരെ എനിക്ക് അനേകരെ അറിയാം. അതുപോലെ മക്കളെ നോക്കാത്ത അമ്മമാരില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്, ജോലി ചെയ്യാതെ തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അലസരായി ജീവിക്കുന്നവരുണ്ട്. അവരുമായിട്ടൊന്നും നീ കൂട്ടുചേരുതെന്നാണ്. ക്രമം കെട്ട സഹോദരങ്ങളായിട്ടാണ് ഇവരെ കാണുന്നത്. ഇവരിൽ നിന്ന് നിനക്ക് ഈ വേർപാട് ഉണ്ടാകണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു, നമ്മൾ പാപത്തിൽ നിനക്കൊരു വേർപാടുണ്ടാകണം, അവിശ്വാസികളിൽ നിനക്കൊരു വേർപാടുണ്ടാകണം. മൂന്നാമത് പറഞ്ഞു, നിനക്ക് ക്രമം കെട്ട സഹോദരങ്ങളിൽ നിന്ന്, ക്രമം കെട്ട ജീവിതത്തിൽ ഉത്തരവാദിത്തമില്ലാത്ത സഹോദരങ്ങളിൽ നിന്ന്, ക്രമം കെട്ട ജീവിതം നയിക്കുന്നവരിൽ നിന്ന് നീ ഒഴിഞ്ഞു നിൽക്കണമെന്ന് കർത്താവ് പറഞ്ഞു, വേർപാടെടുക്കണമെന്ന് കർത്താവ് പറഞ്ഞു. 4-ാമത്തെ കൂട്ടം കാര്യമാണ്, ദുരുപദേശങ്ങളിൽ നിന്ന് നീ മാറി നിൽക്കണം. അനേകരിന്ന് ദുരുദ്ദേശമായിട്ട് നിങ്ങളുടെ ഭവനങ്ങളിൽ വരാറുണ്ട്. ഈ കൂട്ടരെ നിങ്ങളുടെ വീട്ടിൽ കയറ്റരുതെന്ന് കർത്താവ് പറയാം. ദുരുദ്ദേശം എന്ന് പറയുമ്പോൾ 2 യോഹന്നാൻ 7 മുതൽ 11 വാക്യങ്ങളാണ്. ഇവിടെ പറയാം, വളരെയധികം വഞ്ചകർ ലോകത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. യേശുക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ച് വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. യേശുക്രിസ്തു ഭൂമിയിൽ ശരീരം ധരിച്ച് വന്നെന്ന് സമ്മതിക്കത്തില്ല. അങ്ങനെ അവർ പറയും, വന്നിട്ടില്ലെന്നാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെയുള്ളവരാണ് വഞ്ചകരും അന്ത്യക്രിസ്തുവും. കാരണം യേശുക്രിസ്തു മനുഷ്യാവതാരം ധരിച്ച് ഭൂമിയിൽ വന്നിട്ടില്ല എന്ന് പറയുന്നവരാണ് വഞ്ചകരും അന്ത്യക്രിസ്തുവും. അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണത്. അന്ത്യക്രിസ്തു യേശു വന്നെന്ന് പഠിപ്പിക്കുന്നില്ല, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവരാണ് ഇത് പഠിപ്പിക്കാത്തത്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്ന സഹോദരങ്ങളെ, നമുക്കറിയാം, ആദം പാപം ചെയ്തു, ആദവും ഹവ്വയും പാപം ചെയ്തു. ദൈവം കരുണയുള്ള ദൈവമാണ്, ദൈവം മനസ്സിലുള്ള ദൈവമാണ്, ആരുകളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഈ ദൈവം മനസ്സിലുള്ളത് കൊണ്ട് ആദം എവിടേക്ക് വീണുപോയി?
ഇരുട്ടിലേക്ക് വീണുപോയി, കൂരിട്ടിലേക്ക് വീണുപോയി, മുള്ളുകളും കാരകളും ഉള്ള ഭൂമിയിലേക്ക്, ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവിടെ കിടന്ന് ആദം നിലവിളിച്ചു. ആ നിലവിളിയുടെ സ്വരം ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവത്തിന് എങ്ങനെയും തൻ്റെ മകനെ രക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ലോകത്തിലേക്ക് അനേകം മക്കളെ രക്ഷിക്കാനായിട്ട് ദൈവം തൻ്റെ പ്രവാചകന്മാരെയും ലോകത്തിലേക്ക് അയച്ചു. രക്ഷിക്കുവാൻ കഴിഞ്ഞില്ല. പഴയ നിയമത്തിൽ നമ്മൾ മലാക്കി പ്രവാചനം വരെ നോക്കിക്കഴിഞ്ഞാൽ അനേക പ്രവാചകന്മാരെ ലോകത്തിലേക്ക് അയച്ചു. ഒരു മനുഷ്യനും ലോകത്തെ രക്ഷിക്കാൻ, മനുഷ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ പുത്രനെ ഞാൻ ലോകത്തിലേക്ക് അയക്കും. അവൻ വന്നിട്ട് സകല മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുക്കുകയും സകലരെയും പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുന്ന യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു, പീഡകൾ സഹിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഇന്ന് നമ്മളോടൊപ്പം ഉണ്ട്. ഈ യേശുക്രിസ്തു മനുഷ്യാവതാരം ധരിച്ച് വന്നില്ല എന്ന് പറയുന്നവർ, ഈ കൂട്ടരെ അന്തിക്രിസ്തുവിന്റെ ആത്മാവുള്ളവരാണ്. ഇവരെ ഒന്നും ഭവനത്തിൽ കയറ്റരുതെന്ന് കർത്താവ് പറഞ്ഞു. അതുപോലെ തന്നെ യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. യേശു ദൈവമല്ല, യേശു ദൈവമല്ല, പിതാവായ ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയുള്ളവർ നിങ്ങൾ കേൾക്കണ്ട. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയാത്തവന്റെ ആത്മാവ് അന്ത്യക്രിസ്തുവിന്റെ ആത്മാവാണ്. യേശു പറഞ്ഞു, എന്നെ കാണുന്നവൻ പിതാവിനെ കാണണം. പിതാവിനെ കാണണമെങ്കിൽ, പിതാവിന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ നീ കണ്ടിരിക്കണം. യേശു ക്രിസ്തുവിനെ കണ്ടാലേ പിതാവിനെ കാണാൻ കഴിയത്തുള്ളൂ സഹോദരങ്ങളെ. അപ്പോൾ യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കുന്ന സഭകളുണ്ട്. അവരുമായിട്ട് നിനക്ക് ചങ്ങാത്താൻ പാടില്ല. അതുപോലെ തന്നെ ആണ് മറ്റൊരു കൂട്ടരുണ്ട്, പരിശുദ്ധാത്മാവില്ല, പരിശുദ്ധാത്മാ അന്യഭാഷകളില്ല, ഭാഷാപരമില്ല, ഇതെല്ലാം നിലച്ചുപോയി, നിന്നുപോയെന്ന് പറയുന്ന കൂട്ടരുണ്ട്. പരിശുദ്ധാത്മാവില്ലാത്ത സഭകളുണ്ട്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാത്ത സഭകളുണ്ട്, അന്യഭാഷയൊക്കെ തള്ളി പറയുന്നവരുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, വിശുദ്ധ വചനം പറയുന്നുണ്ട്, എല്ലാ പാപങ്ങളും ക്ഷമിക്കപ്പെടും. പരിശുദ്ധാത്മാവിനെതിരെ പറയുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ലെന്ന് വിശുദ്ധ വചനം പറയുക. അവരെ ഒന്നും നമ്മൾ ഭവനത്തിൽ കയറ്റാൻ പാടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്, നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ മാതാവിൻ്റെ മാധ്യസ്ഥം ഇല്ലാതെ നമുക്ക് സ്വർഗരാജ്യം കിട്ടത്തില്ലെന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. അങ്ങനൊന്നുമില്ല സഹോദരങ്ങളെ. മാതാവില്ലെന്നോ വിശുദ്ധന്മാരില്ലെന്നോ പ്രവാചകന്മാരില്ലെന്നോ അപ്പോസ്തലന്മാരില്ലെന്നോ ഒരു സഭകളും പഠിപ്പിക്കുന്നില്ല. പക്ഷേ രക്ഷ ക്രിസ്തുവിലൂടെ മാത്രമേ ഉള്ളൂ. മാതാവ് കാനാവിലെ കല്യാണ വീട്ടിലെ ബുദ്ധിമുട്ടിലായപ്പോൾ അവിടെ ചെന്ന് യേശുവിനോട് പറയുന്നുണ്ട്, ഇവിടുത്തെ വീഞ്ഞ് തീർന്നു പോയി എന്ന് യേശുവിനോട് പറയുമ്പോൾ യേശു പറയുന്നുണ്ട്, സ്ത്രീയെ നിനക്കും എനിക്ക് എന്തെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മറിയം പറയുന്നുണ്ട്, യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. ആര് പറയുന്നത് പോലെ? യേശു പറയുന്നത് പോലെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ യേശുവാണ് വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. ഇന്നത്തെ മദ്യമല്ല. വീഞ്ഞിനെ കുറിച്ച് നമുക്കറിയാം, 7 തരം വീഞ്ഞുണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ അതിലേക്ക് നമ്മൾ കിടക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, മറിയത്തിൻ്റെ മാധ്യസ്ഥം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരണമെങ്കിൽ മാതാവ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന തെറ്റായ പ്രബോധനങ്ങൾ നിങ്ങൾ പെട്ടുപോകരുത്. കർത്താവ് യേശു ക്രിസ്തു പറയുന്നു, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്ക് വേണ്ടി ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് ക്രിസ്തു എന്ന നാമം, യേശു ക്രിസ്തു എന്ന നാമമാണ്. ഈ നാമത്തിലേ നമുക്ക് രക്ഷയുള്ളൂ. നമ്മുടെ മാർപ്പാപ്പ പറഞ്ഞു, യേശു ക്രിസ്തു അല്ലാതെ വേറെ രക്ഷകനില്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ഇനി ഇപ്രകാരം പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല, രക്ഷകൻ ക്രിസ്തുവാണെന്ന് പറയാൻ ഇടയെ തീർന്നു. മാതാവിനെ കൂടാതെ, വിശുദ്ധന്മാരെ കൂടാതെ സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരത്തില്ലെന്ന് പഠിപ്പിക്കുന്ന വ്യക്തികളുണ്ട്, സമൂഹമുണ്ട്. അവരെ നിങ്ങൾ കേൾക്കണ്ട. അതുപോലെ മറ്റൊരു കൂട്ടരുണ്ട്, മൃത സന്ദേശവാഹകർ, മരിച്ചവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുന്ന സമൂഹം. ചിലവർ പറയുന്നുണ്ട്, മരിച്ചവരെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഞങ്ങളോട് സഹായം ആവശ്യപ്പെടുന്നു പറയുന്നുണ്ട്. ഞാൻ പറയുന്നു, വിശുദ്ധ ബൈബിൾ പറയും, ഞാൻ പറയുന്നത് കേൾക്കണ്ട. വിശുദ്ധ ബൈബിൾ പറയുന്നു, മരിച്ചവർക്ക് തിരിച്ചു വരാൻ കഴിയത്തില്ല. മരിച്ചവർ തിരിച്ചു വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മരിച്ചവർ തിരിച്ചു വരും. എപ്പോഴാണ് തിരിച്ചു വരുന്നത്? യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിപ്പാനാണ് യേശു ക്രിസ്തു വരുന്നതെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുക. മരിച്ചവർ തിരിച്ചു വരത്തില്ലെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ഏത് വചനം വെച്ചാണ് ഈ മരിച്ചവരെല്ലാം വന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നത് ഞങ്ങൾക്കറിയത്തില്ല. ഈ ബൈബിളില്ലാത്ത കഥകളൊന്നും നമുക്ക് പഠിപ്പിക്കാൻ അവകാശമില്ല. അങ്ങനെ വരണമെങ്കിൽ ധനവാനും ലാസറും ഭൂമിയിൽ ജീവിച്ചിരുന്നവരാ, 2 പേരും മരിച്ചുപോയി. വിശുദ്ധ ബൈബിൾ പറയുന്നു, അബ്രഹാമിൻ്റെ മടിത്തട്ടിലേക്ക് ലാസർ പോയി, ധനവാനോ നരകത്തിലേക്ക് പോയെന്ന് പറയുന്നു. നരകത്തിൽ കിടന്നിട്ട് ഈ ധനവാൻ പറയാണ്, അബ്രഹാം പിതാവേ, ഈ ലാസറിന്റെ വിരൽ മുക്കി എൻ്റെ നാവത് നനച്ചു തരണമേ എന്ന് പറയുന്നുണ്ട്.
അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്പർക്കം നടത്താൻ പറ്റത്തില്ല. കാരണം നമ്മുടെ മധ്യത്തിൽ ഒരു ഗർത്തമുണ്ട്. ഗർത്തമുള്ളത് കൊണ്ട് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ ധനവാൻ പറയുന്നുണ്ട്, ഞാനിവിടെ നരകത്തിൽ കിടന്ന് യാതന അനുഭവിക്കുന്നു. എൻ്റെ വീട്ടിൽ 5 സഹോദരന്മാരുണ്ട്. ഈ ലാസറെന്ന് പറഞ്ഞു വിട്ടിട്ട് പറ, ഞാനിവിടെ കിടന്ന് യാതന അനുഭവിക്കുക, നിങ്ങളൊന്നും പാപം ചെയ്യരുതെന്ന് വിളിച്ചു പറയാൻ പറയുന്നുണ്ട്. ഈ ലാസറിനെ പറഞ്ഞു വിട്ടാൽ അവർ വിശ്വസിക്കും. അബ്രഹാം പിതാവ് പറയാണ്, മോശയും പ്രവാചകന്മാരും പറഞ്ഞിട്ട് വിശ്വസിക്കാത്തവർ ഈ മരിച്ചവൻ ഒരുവൻ ചെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുമ്പോൾ പിന്നെ ഏത് വചനപ്രകാരമാണ് മരിച്ചവരെ വിളിച്ചു വരുത്തി പ്രാർത്ഥിക്കുക, മരിച്ചവർ വന്ന് ശുശ്രൂഷ ചെയ്യുക, മരിച്ചവർ വന്നിട്ട് ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്നത് ഏത് വചനപ്രകാരമാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഈ വിശുദ്ധ ബൈബിൾ അങ്ങനൊന്നും പറയുന്നില്ല. ബൈബിൾ ഒരു കാര്യം പറയുന്നുണ്ട്, ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്ന വാക്കിൽ നിന്ന് വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസപ്പെടുത്തുന്നവൻ ശപിക്കപ്പെട്ടവൻ്റെ കൂട്ടത്തിലാണ്. സഹോദരങ്ങളെ, ഞാനീ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഇങ്ങനെയുള്ള കൂട്ടരെ ഒന്നും നിങ്ങളുടെ ഭവനത്തിൽ കയറ്റരുത്. ഹല്ലേലൂയ. അതുപോലെ മൃതസന്ദേശപകരെയൊക്കെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് പറയുന്നത്. നമ്മൾ നോക്കാം, മൃതസന്ദേശപകരൊക്കെ ശുശ്രൂഷ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര അരൂപിയാണ്, ഭയങ്കര അഭിഷേകമാണ്, അത്ഭുതങ്ങളും അടയാളങ്ങൾ നടക്കുന്നുണ്ട്. ഈ കൂട്ടരൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ പറ്റും സഹോദരങ്ങളെ. ദൈവത്തിന് മാത്രമല്ല അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റുന്നത്, പിശാചിനും ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് മോശ സർപ്പത്തെ ഉണ്ടാക്കിയപ്പോൾ മന്ത്രവാദി സർപ്പത്തെ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഇന്ന് അത്ഭുതങ്ങളും മന്ത്രവാദികളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊന്നും യേശുവിൻ്റെ അത്ഭുതത്തിനോ യേശുവിൻ്റെ വചനത്തിനോ മുകളിൽ വരത്തില്ല. ഇതിനെല്ലാം താഴെ നിൽക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് അഭിഷേകം എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അത്ഭുതം എന്ന് പറഞ്ഞിട്ടോ നീ ഓടിപ്പോകരുത്. മൃതസന്ദേശവാഹൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾ പങ്കുകാരാകരുത്. നിങ്ങൾ അങ്ങനെയുള്ളവരെ വിട്ടിക്കയറ്റരുത്. അതുപോലെ തന്നെയാണ് ഭയങ്കര ദർശനം പറയും, ഭയങ്കര വചനങ്ങൾ പറയും, ധാരാളം വചനങ്ങൾ പറയും, ദർശനങ്ങൾ പറയും, നിനക്ക് ഇന്നതുപോലെ സംഭവിക്കാൻ പോകുന്നു പറയും. പക്ഷേ അങ്ങനെ പറയുന്ന ഒരു കൂട്ടരുണ്ട്. ആ കൂട്ടർക്കൊരു പ്രത്യേകതയുണ്ട്, അവർ കുർബാന സ്വീകരിക്കത്തില്ല. അവർ പള്ളിയിൽ പോകും, വചനം കേൾക്കും, എവിടെ ധ്യാനം ഉണ്ടായാലും പോകും, എവിടെ വചനപ്രഘോഷം ഉണ്ടായാലും പോകും. വിശുദ്ധ കുർബാന സ്വീകരിക്കത്തില്ല. വിശുദ്ധ കുർബാനയോ ബന്ധക്കോസ്ത് സഹോദരങ്ങളുടെ കർത്തൃമേശയോ സ്വീകരിക്കാത്തവൻ്റെ ആത്മാവ് ദൈവത്തിനുള്ളതല്ല. യേശുവിൻ്റെ ബോഡി, യേശുവിൻ്റെ ശരീരവും രക്തവും സ്വീകരിച്ചാൽ മാത്രമേ നീ യഥാർത്ഥമായ ക്രിസ്ത്യാനിയാകത്തുള്ളൂ. അപ്പോൾ വചനം കേട്ടുകൊണ്ട് മാത്രമാകത്തില്ല. ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട്, യേശുവിൻ്റെ വചനം കേൾക്കുന്നത് മാനസാന്തരപ്പെടാനും, ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിനക്ക് നിത്യജീവനില്ല എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായം വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അത് കർത്താവ് പറയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആണയിട്ട് പറയാണ്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ അവന് ജീവൻ ഉണ്ടാകത്തില്ലെന്ന്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ബോഡിയോട് ചേർന്ന് നിൽക്കാതെ നമുക്കെങ്ങനെ അത്ഭുതം പ്രവർത്തിക്കാൻ പറ്റും? എങ്ങനെ ദർശനം പറയാൻ പറ്റും? ഈ ദർശനമൊക്കെ എവിടുന്നാ? വീട്ടിൽ വരും, അവരെ കയറ്റണ്ടെന്ന് കർത്താവ് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം 15-ാം തിരുവചനം. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേരെ, നിങ്ങൾക്ക് ദുരിതം. ഒരുവനെ നിങ്ങളുടെ മതത്തിൽ ചേർക്കുവാൻ കടലും കരയും ചുറ്റി സഞ്ചരിക്കുന്നു. എന്ന് കഴിയുമ്പോൾ നിങ്ങൾ അവനെ നിങ്ങളുടെ ഇരട്ടി നരകസന്തതികളാക്കി തീർക്കുന്നു. വാക്സാമർത്ഥ്യം കൊണ്ട് പലരും വീണു പോകുന്നതാ. മറ്റൊരു കൂട്ടർ പറയുന്ന ഒരു കാര്യമുണ്ട്, യേശുക്രിസ്തു ഭൂമിയിൽ വന്നിട്ട് നമുക്ക് രക്ഷയൊന്നും തന്നില്ല. ഇനി മറ്റൊരുവൻ വരാനുണ്ട്. അതെവിടെ വരും? അത് ഞങ്ങളുടെ കൂടാരത്തിൽ വരും, കൂടാരത്തിൽ ജനിക്കും, അവൻ മൂലം രക്ഷയുള്ളെന്ന് പറയുന്ന ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിലുണ്ട്, തൃശ്ശൂർ തന്നെ ഉണ്ട്. ഈ കൂട്ടരൊക്കെ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട സഹോദരങ്ങളെ, യേശുക്രിസ്തു വരും കേട്ടോ സഹോദരങ്ങളെ. യേശുക്രിസ്തു ഇനി അമ്മയുടെ ഉദരത്തിൽ ജനിച്ച് വന്ന് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടല്ല വരുന്നത്. അവൻ വരുന്നത് വാനമേഘങ്ങളിൽ വരും. വാനമേഘങ്ങളിൽ വന്നിട്ട് മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കാനായിട്ട് വരും. ഹല്ലേലൂയ. അപ്പോൾ ഇങ്ങനെയുള്ള യേശുക്രിസ്തു വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നവരുണ്ട്. യേശുക്രിസ്തു ഭൂമി രണ്ടാമത് വന്നുപോയെന്ന് പറയുന്നവരുണ്ട്. ഈ കൂട്ടരെ നിങ്ങൾ വിശ്വസിക്കേണ്ട. ഹല്ലേലൂയ. ഞാനിപ്പോൾ 4 കൂട്ടം കാര്യങ്ങൾ കൊണ്ട് പറഞ്ഞു. 5-ാമത്തെ കൂട്ടം കാര്യമാണ്. അഞ്ചാമത്തെ വേർപാടെന്ന് പറയുന്നത്, 5-ാമത്തെ വേർപാട്, നിനക്ക് ആരാധന ഉണ്ടാകണം. അശുദ്ധമായ ആരാധന നീ നടത്തരുത്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 25-26 വാക്യം വായിക്കുമ്പോൾ
ഈ മോശ നിരന്തരം ചെന്ന് ഫറവോട് പറയും, ഇസ്രായേൽ ജനത്തെ വിട്ടുതരിക, ഞങ്ങൾ പോയി ഞങ്ങളുടെ യഹോവയായ ദൈവത്തെ ആരാധിക്കട്ടെ. ഫറവോ പറയുക, നീ പോണ്ട, നീ ഇവിടെ തന്നെ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ആരാധിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ മോശ പറയുന്നത്, അതല്ല, ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നത് ഈ മ്ലേച്ഛമായ സ്ഥലത്തിരുന്ന് ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ശുദ്ധിയുള്ള സ്ഥലം വേണം. ഞങ്ങൾക്ക് വിഗ്രഹങ്ങളുടെ മുമ്പിൽ ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ ആരാധിക്കുന്നത് യഹോവയായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലുമാണ് ഞങ്ങൾക്ക് ആരാധിക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ ഈജിപ്തിൽ ആരാധിക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ ദേശത്തേക്ക് വിടണം, ഇസ്രായേലിലേക്ക് വിടണം. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഞങ്ങൾ പോകണമെന്ന് പറഞ്ഞു. പക്ഷേ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ഫറവോ വിട്ടില്ല. പക്ഷേ അത്ഭുതങ്ങൾ 9 നടത്തി. 10ാമത്തെ അത്ഭുതത്തിലൂടെ അവനെ വിടാനിടയായി തീർന്നു. ഹല്ലേലൂയ. വിട്ടപ്പോഴാണ് അവർ കർത്താവിനെ യഥാർത്ഥത്തിൽ ആരാധിക്കാനിടയായി തീർന്നത്. നമ്മുടെ ആരാധനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് വിഗ്രഹങ്ങളുടെ മുമ്പിലല്ല ആരാധിക്കേണ്ടത്, രൂപങ്ങളുടെ മുമ്പിലോ കെട്ടുകാഴ്ചയുടെ മുമ്പിലോ ഒന്നുമല്ല നമ്മൾ ആരാധിക്കേണ്ടത്. അത് വിജാതീയനെ ആരാധിച്ചോട്ട്. നമ്മുടെ ആരാധന എന്ന് പറയുന്നത് ആത്മാവിലും സത്യത്തിലുമായിരിക്കണം ആരാധിക്കേണ്ടത്. അത് രൂപങ്ങളുടെ മുമ്പിലൊന്നുമല്ല. ദാവീദ് ദൈവത്തെ ആരാധിച്ചു, നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. ഭാര്യ തന്നെ കളിയാക്കി. പക്ഷേ അവൻ സകലതും മറന്ന് ദൈവത്തെ ആരാധിച്ചപ്പോൾ ഒരു രൂപത്തിൻ്റെ മുമ്പിലല്ല ആരാധിച്ചത്, സകലത്തെയും മറന്ന് യഹോവയായ ദൈവത്തെ അവൻ നൃത്തം ചെയ്ത് ആരാധിച്ചു. ജെറീക്കോ കോട്ടയെ നോക്കിക്കഴിഞ്ഞാൽ ജെറീക്കോ കോട്ടയുടെ മുമ്പിൽ ആരാധിച്ചത് അവർ 6 ദിവസം മൗനമായി ആരാധിച്ചു. 7ാം ദിവസം വാദ്യഘോഷത്തോടെ നൃത്തം ചെയ്തും വാദ്യഘോഷത്തോടെ അവർ ദൈവത്തെ ആരാധിച്ചു. ഇതൊക്കെ നമ്മൾ വിശുദ്ധ ബൈബിളിൽ കാണുകയാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 23-24 വാക്യങ്ങൾ. എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെയാണ്. ഹല്ലേലൂയ. അല്ല, അതിപ്പോൾ തന്നെയാണ്. 24-ാം വാക്യം പറയുന്നു, അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. നമ്മൾ ആരാധിക്കേണ്ടത്, ദൈവസന്നിധിയിൽ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അല്ലാതെ വിഗ്രഹങ്ങളുടെ മുമ്പിലോ ജനത്തിന്റെ മുമ്പിലോ ജനം കാണാനോ വിഗ്രഹങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലോട്ട് ഉണ്ടാക്കി വെച്ചിട്ടോ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും ഇരിക്കുന്നിടം മറന്ന് ദൈവത്തെ ആരാധിക്കണം. ഒരു സമൂഹമുണ്ട്, അവർ ആരാധിക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ വിടുതലുകളുണ്ട്. മറ്റു പലരും ഇന്ന് ആരാധിക്കുന്നില്ല. ചില സഭകളിൽ പറയുമ്പോൾ അവർ കൈയടിച്ച് ആരാധിക്കാൻ മടിയാണ്, അവർക്ക് നാണക്കേടാ, അവർ കൈയടിച്ച് ആരാധിക്കത്തില്ല. വിശുദ്ധ ബൈബിൾ ഉടനീളം പറയുന്നുണ്ട്, പഴയ നിയമം മുതൽ ഈ പുതിയ നിയമം വരെ നമ്മൾ വെളിപാട് വരെ നോക്കിക്കഴിഞ്ഞാൽ ആരാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആരാധിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. ഇന്നലെ ഓശാന ഞായറാഴ്ച ആഘോഷിച്ചു. ജനങ്ങളെല്ലാം യേശുവിന് ദാവീദിന്റെ പുത്ര ഓശാന എന്ന് പാടി ആരാധിച്ചു. ജനമെങ്ങനെ ആരാധിച്ചത്? അവര് ഒലിവ് ജില്ലകളും മരക്കൊമ്പുകളൊക്കെ വെട്ടിയിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ വിരിച്ചു അവർ യേശു രക്ഷകന്റെ വരവിനെ അവർ വാനോളം പുകഴ്ത്തിപ്പാടി ദാവീദ് പുത്ര ഓശാന എന്ന് പാടി. ഹല്ലേലൂയ. നമ്മളും ആരാധിക്കേണ്ടത്, ഇന്ന് നമ്മൾ ആരാധിക്കേണ്ടത് ആത്മാവിലും സത്യത്തിലും സകലതും മറന്ന് നീ ആരാധിച്ചു നോക്കുക. നിനക്ക് ആരാധനയിൽ ഒരു വിടുതലുണ്ടാകട്ടെ. ആരാധനയിലൂടെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ. ഈ നോയമ്പ് കാലം ഉപവാസത്തിലിരിക്കുന്നു, പ്രാർത്ഥനയിലിരിക്കുന്നു. പക്ഷെ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്കൊരു വേർപാട് വേണം. എന്തെല്ലാം കാര്യങ്ങൾക്ക് വേർപാട് വേണം? ഞാൻ 5 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു. 1 പറഞ്ഞു, പാപത്തിൽ നിനക്കൊരു വേർപാട് വേണം. 2 അവിശ്വാസികളിൽ നിനക്കൊരു വേർപാട് വേണം. 3 പറഞ്ഞു, ക്രമം കെട്ട ജീവിതം നയിക്കുന്ന സഹോദരങ്ങളിൽ നിന്ന് നിനക്കൊരു വേർപാട് വേണം. 4 പറഞ്ഞു, ദുരുപദേശകരിൽ നിന്ന് നിനക്കൊരു വേർപാട് വേണം. 5 പറഞ്ഞു, അശുദ്ധ ആരാധനയിൽ നിന്ന് നിനക്കൊരു വേർപാട് വേണം. നീ ഈ 5 കൂട്ടം കാര്യങ്ങൾ ക്രമീകരിച്ചാൽ ഞാൻ പറയുന്നു, നിന്റെ ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി മാറുവാൻ എൻ്റെ ദൈവം ഇടയാക്കാം. യഥാർത്ഥമായ ഒരു വേർപാടെടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നവരായി മാറിയാൽ ഞാൻ പറയുന്നു, ഈ നോയമ്പ് കാലം കഴിയുമ്പോൾ ഈ ഈസ്റ്റർ നിനക്ക് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനം നിന്റെ ജീവിതത്തിൽ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിനമായി മാറും. സർവ്വശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.